എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാതെ വേറെ വഴിയില്ല ഹുറം ഹാത്തുൻ. എന്തനുസരിക്കാൻ? നീ കീഴടങ്ങും. പറയുന്നതെല്ലാം നീ അനുസരിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു വഴക്കുണ്ടാവില്ല. ആരെയാണ് ഞാൻ അനുസരിക്കേണ്ടത്? നിങ്ങളെയോ? എന്നെയല്ല, മാഹി ദേവരൻ സുൽത്താനെ. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഹുറം ഹാത്തുൻ. എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ടോപ്പ് കാപ്പി പാലസിലേക്ക് തിരികെ വരികയാണ്. അവിടെ എത്തിയാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ റോയൽ ഫാമിലിയിലുള്ള എല്ലാവരുടെയും വസ്ത്രത്തിൽ മുത്തണം. മാഹി ദേവരൻ സുൽത്താനയുടെ വസ്ത്രത്തിൽ മുത്തം വയ്ക്കണം. എന്നിട്ട് നീ സുൽത്താനയോട് ക്ഷമ ചോദിക്കണം. ഹുറം ഒന്നും മിണ്ടാനാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ആലോചിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? നിനക്ക് പാലസിലേക്ക് തിരികെ വരാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഹുറം അയാളെ തന്നെ നോക്കി നിന്നു. എന്താ നിനക്ക് അങ്ങോട്ട് വരണ്ടേ? ഒരു കാര്യം ചോദിച്ചോട്ടെ പാഷ? എന്നെ ആ പാലസിൽ നിന്നും പുറത്താക്കി. നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ എന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾ എൻ്റെ ആരെങ്കിലും ആണോ? നീ ഇത്ര കാര്യമായൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട ഹുറം ഹാത്തൂൻ. എനിക്ക് നീ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നൊരു തോന്നൽ പോലും വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഹുറം പുച്ഛത്തോടെ ചോദിച്ചു. ഹുറം ഹാത്തൂൻ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നിനക്ക് വേണ്ടി ഞാൻ അധികം നേരം കാത്തു നിൽക്കില്ല. വരുന്നുണ്ടോ ഇല്ലയോ? ഹുറം ഇബ്രാഹിമിനെ തന്നെ നോക്കി നിന്നു. നിന്റെ മൗനം സമ്മതമായി ഞാൻ എടുക്കുകയാണ്. ഇബ്രാഹിം പാഷ, വർഷങ്ങളായി ഞാൻ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെൻ്റെ അമ്മയെയും അച്ഛനെയും അനിയത്തിയെയും എല്ലാം കൊന്നു. എന്നെ അടിമയാക്കി ഇവിടെ കൊണ്ടുവന്നു. അവരെന്നെ ജയിലിലടച്ചു. എനിക്ക് വിഷം തന്നു. കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സുൽത്താൻ സുലൈമാൻ്റെ കിടപ്പറയിലേക്ക് വിട്ടു. ഇതെല്ലാം നിങ്ങൾക്കും അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ അവരെന്നെ ഒരു കൊലപാതകിയാക്കി. അവരെൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റി. എന്നെ അവിടെ നിന്ന് പുറത്താക്കി. ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഞാൻ ഇൻക്യാരത്തിനും എൻ്റെ മോനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ അങ്ങോട്ട് വരികയാണോ? അല്ല, ഞാൻ ആ സ്ത്രീയുടെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇൻക്യാരത്തെയും എൻ്റെ മോനെയും സ്നേഹിക്കും. പക്ഷെ അവർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. ശരി, നീ ഇഷ്ടം പോലെ ചെയ്യ്. ഇബ്രാഹിം അവിടുന്ന് പോയി. റൂമിലേക്ക് തിരിച്ചെത്തിയ ഹുറത്തോട് ഗുൽനിഹാൽ ചോദിക്കുന്നു. ഇബ്രാഹിം പാഷ എന്തു പറഞ്ഞു? ഇബ്രാഹിം പാഷയോട് പോയി ചാവാൻ പറ. എന്തു പറഞ്ഞു? പറ. ഗുൽനിഹാൽ അടുത്തിരുന്ന് ചോദിച്ചു. അയാൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം. അതിന് മാഹി ദേവരാൻ്റെ വസ്ത്രത്തിൽ മുത്തണമെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഹുറം, നിനക്ക് വട്ടായോ? നീ ഇബ്രാഹിം പാഷയോടാണത് പറഞ്ഞത്. ഹുറം ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ ഗുൽഫാമിനെ വിളിപ്പിക്കുന്നു. ഗുൽഫാം വന്ന് കുമ്പിട്ടിട്ട് ചോദിക്കുന്നു. ഇൻക്യാരം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വരൂ ഗുൽഫാം. ഗുൽഫാം വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി. നമ്മളൊന്ന് സംസാരിച്ചിട്ട് തന്നെ ഏറെ നാളായില്ലേ. നിനക്ക് സുഖമാണോ? സുഖമാണ് ഇൻക്യാരം. ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സുലൈമാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എനിക്കറിയാം, ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഗുൽഫാം ഹാത്തൂൻ. ഞാൻ നിന്നെ വിഷമിപ്പിച്ചത് കൊണ്ടാണോ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീകളെല്ലാമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് സംശയം. എനിക്ക് അങ്ങയെപ്പറ്റി പരാതികളൊന്നുമില്ല ഇൻക്യാരം. അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ ഞാൻ എൻ്റെ വിധിയെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. നമ്മളെ അള്ളാഹു ഇനിയും ഒരുമിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ ഇരിക്കുക ഗുൽഫാം. അവർ ഇരുന്നു. ഈ വലിയ മതിലിനപ്പുറം എന്തൊക്കെ നടക്കുന്നു എന്നെനിക്കറിയില്ല ഇൻക്യാരം. പക്ഷേ എനിക്ക് അങ്ങയുടെ ഹൃദയം നന്നായി അറിയാം. അതിലെ സ്നേഹവും നന്മയും ദയയും എനിക്കറിയാം. സ്വയം തെറ്റുകാരനാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഞാൻ തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ അത് ആരുടെ തെറ്റാണ്? എന്താണെങ്കിലും എന്നോട് സത്യസന്ധമായി പറയൂ ഗുൽഫാം. ഗുൽഫാം എന്ന് ആലോചിച്ചിട്ട് പറയുന്നു. രണ്ടുപേരും, മാഹി ദേവരാൻ സുൽത്താനെയും ഹുറം സുൽത്താനെയും, രണ്ടുപേരും അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അവർ അങ്ങേക്ക് ഷേസാദുമാരെയും തന്നു. പക്ഷേ സന്തോഷവും സമാധാനവും തരുന്നതിൽ അവർ വിജയിച്ചോ എന്ന് സംശയമാണ്. ആ കാര്യത്തിൽ ഞാനും പെടും. അതിൽ ഞാനൊരു പരാജയമായതുകൊണ്ടാവും അങ്ങയുടെ സ്വപ്നത്തിൽ പോലും ഞാൻ ഇല്ലാതെ പോയത്. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ട്. വിഷമിക്കേണ്ട ഗുൽഫാം. നിനക്ക് എന്നെപ്പറ്റി പരാതികളൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് നിന്നെപ്പറ്റിയും പരാതികളൊന്നുമില്ല. നിന്റെ അത്രയും ബുദ്ധിയും ഹൃദയവിശാലതയും ഉള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ നീ എൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന വിശ്വസ്തത, അത് വളരെ വലുതാണ്. ഹദീജ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹദീജ സുൽത്താന ഭയങ്കര സന്തോഷത്തിലാണ്. സുൽത്താൻ ഇപ്പോൾ ഇവിടെ ഒന്നുമല്ല, ആകാശത്ത് പറന്നു നടക്കുന്നത് പോലെയാണ്. അവളുടെ കാര്യങ്ങൾ നിനക്ക് നന്നായി അറിയാലേ ഗുൽഫാം. ഞാൻ സുൽത്താനയോട് പറഞ്ഞിരുന്നു അങ്ങേക്ക് അവരുടെ സ്നേഹം മനസ്സിലാവുമെന്ന്. പക്ഷേ സുൽത്താനയ്ക്ക് അത് അങ്ങയോട് വന്ന് പറയാൻ പേടിയായിരുന്നു. ആ കാര്യത്തിൽ എനിക്കും ഒന്നും ചെയ്യാനായില്ല. സുലൈമാൻ തലയാട്ടി. മാഹി ദേവരാൻ ഹദീജ സുൽത്താനയുടെ അടുത്തേക്ക് വരുന്നു. വരൂ മാഹി ദേവരാൻ, ഇരിക്കൂ. മാഹി ദേവരാൻ അടുത്ത് പോയിരുന്നു. മുസ്തഫ എന്തെടുക്കുന്നു? അവൻ ക്ലാസ്സിൽ പോയി.
കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി സുൽത്താന? അതൊക്കെ വാലിദ നോക്കുന്നുണ്ട്. വാലിദ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ മതി എനിക്ക്. ഗുൽഫാം എവിടെ? മാഹിദേവരൻ ചോദിച്ചു. ഇൻക്യാര അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. അതെന്തിനാ? ഇൻക്യാരം വിളിച്ചു, ഗുൽഫാം പോയി. വേറൊന്നും എനിക്കറിയില്ല. മാഹിദേവരൻ സംശയിച്ചിരിക്കുന്നു. നിനക്ക് അസൂയാണോ മാഹിദേവരൻ? അസൂയൊന്നുമില്ല. എന്നാൽ ഇൻക്യാര എന്തിനായിരിക്കും വിളിപ്പിച്ചിട്ടുണ്ടാവുക? ഗുൽഫാം വരട്ടെ, നമുക്ക് ചോദിക്കാം. ഗുൽഫാം അങ്ങോട്ട് വരൂ ഗുൽഫാം, ഹദീജ സുൽത്താന പറഞ്ഞു. നീ ഇൻക്യാരത്തിൻ്റെ കൂടെയായിരുന്നോ? മാഹിദേവരൻ ചോദിച്ചു. അതെ, ഗുൽഫാം ഇരുന്നുകൊണ്ട് പറഞ്ഞു. എന്തിനാ വിളിച്ചത്? ഇൻക്യാരത്തിനൊന്ന് സംസാരിക്കാൻ വിളിച്ചതാ. എന്ത് സംസാരിക്കാൻ? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, വെറുതെ വിശേഷങ്ങൾ പറഞ്ഞതാ. മാഹിദേവരൻ ഒന്നും മിണ്ടിയില്ല. സുൽത്താന, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞോ? ഇൻക്യാര നാളെ മുഴുവൻ റോയൽ ഫാമിലിയെയും ഗാർഡനിലേക്ക് വിളിച്ച് കല്യാണം അറിയിക്കാൻ പോവുകയാണ്. ഹദീജ സുൽത്താനയ്ക്ക് സന്തോഷമായി. 3 പേരും ചിരിച്ചു. വാലിദ സുൽത്താനയും ദായ ഖാത്തൂനും സംസാരിക്കുന്നു. കല്യാണത്തിനുള്ള സ്വീറ്റ്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ചില കളികളൊക്കെ സുംബുലാഗ അറേഞ്ച് ചെയ്യുന്നുണ്ട് സുൽത്താന, ദായ ഖാത്തൂൻ പറഞ്ഞു. സാദിക വെള്ളവുമായി അങ്ങോട്ട് വന്നു. അത് വാലിദ സുൽത്താനയ്ക്ക് കൊടുക്കുന്നു. എല്ലാം നന്നായി തന്നെ ചെയ്യണം ദായ, ഒന്നിനും ഒരു കുറവും വരരുത്. എല്ലാവരും സന്തോഷത്തിലായിരിക്കണം. സാദിക മാറിക്കഴിഞ്ഞപ്പോൾ ദായ ഖാത്തൂൻ പറയുന്നു. ഹരത്തിലെ പെണ്ണുങ്ങൾക്ക് സാദികയെ പറ്റിയൊരു പരാതിയുണ്ട്. എന്ത് പരാതി? സാദിക ഖാത്തൂൻ സുലൈമാൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ താമസിക്കുന്ന ചേംബറിലാണ് താമസിക്കുന്നത്. അവൾക്ക് ആ ചേംബർ ഉപയോഗിക്കാൻ പാടില്ല. അത് ശരി, അതിനു വേണ്ട ചെയ്യാൻ ദായേ. സാദിക അവരെ നോക്കുന്നു. ഷെക്കേറാകെ കിച്ചണിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. സുംബുൽ അയാളെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നു. അയാളെ കണ്ട സുംബുൽ ഒന്ന് നോക്കിയിട്ട് ഉറക്കി വിളിച്ച് പറയുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. ഷെക്കേറാകെ ഞെട്ടി എണീറ്റു. ക്ഷമിക്കണം, എന്നെ കൊല്ലരുതിങ്കാരം, ക്ഷമിക്കണം. അയാൾ നോക്കിയപ്പോൾ സുംബുലാഗ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു സുംബുലാഗ. എല്ലാവരും ചിരിച്ചു. നിങ്ങൾ എന്താ ഈ സമയത്ത് ഉറങ്ങുന്നത് ഷെക്കേറാക? ക്ഷീണം കൊണ്ടൊന്നും മയങ്ങിപ്പോയതാ സുംബുലാഗ. നാളെ ഇവിടെ ഗംഭീര ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഗാർഡനിൽ പാർട്ടി വെച്ചിട്ടുണ്ട്. എന്താ സുംബുലാഗ ഈ പറയുന്നത്? ഇപ്പോൾ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഉറക്കമൊക്കെ നിർത്തി വേഗം പണി തുടങ്ങിക്കോ. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും അത് പ്രയാസമാണ്. കുറച്ച് ആളുകളെ ഗ്രേറ്റ് കിച്ചണിൽ നിന്നും തരണം. അതൊന്നും എന്നോട് പറയണ്ട, ദായ ഖാത്തൂനോട് നേരിട്ട് എന്ന് ചോദിച്ചോ. സുംബുൽ പറഞ്ഞിട്ട് പോകുന്നു. ദായ ഖാത്തൂൻ നിഗാർ കാഫിയോട് പറയുന്നു. ഫുഡിൻ്റെ കാര്യം സുംബുലാഗ നോക്കിക്കോളും. നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണം നിഗാർ കാഫ, അവിടെ ഒരുപാട് ജോലിയുണ്ട്. ദായ ഖാത്തൂൻ, ഹുറം ഖാത്തൂൻ്റെ കാര്യം എന്താവും? ഓൾഡ് പാലസിൽ തന്നെ ആവുമോ? അവളെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, ഇനി ഇങ്ങോട്ട് വരാനാവില്ല. ഷേസാദ് മുഹമ്മദ് ഭയങ്കര കരച്ചിലാണ്. ഷേസാദിന് ഒട്ടും വയ്യ. ഷേസാദ് കുഞ്ഞല്ലേ, അത് ശരിയായിക്കോളും. പിന്നെ സാദികയെ മുകളിലെ റൂമിൽ നിന്ന് മാറ്റണം. അവൾക്ക് അവിടെ നിൽക്കാനാവില്ല. മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ആ റൂം ക്ലീൻ ചെയ്തിട്ടേക്ക്. ദായ ഖാത്തൂൻ പറഞ്ഞിട്ട് പോയി. മാത്രാച്ചി ലിയോയോട് ചോദിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചു വന്ന പെണ്ണിനെ കണ്ടെത്തിയോ? ഇല്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? നമുക്കൊരു മദ്യശാലയിൽ പോകാം. അവിടെ ഗ്രീക്ക് പെണ്ണുങ്ങൾ വിളമ്പിത്തരുന്ന മദ്യം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിഷമമെല്ലാം മാറിക്കോളും. മാത്രാച്ചി പറഞ്ഞു. ഒരു ഗ്രീക്ക് പെണ്ണിനും എൻ്റെ വിഷമം മാറ്റാനാവില്ല. എന്നെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യ്. ഞാൻ പോട്ടെ. ലിയോ പോയി. അങ്ങോട്ട് നിക്കോ വരുന്നു. അയാളെ കണ്ട മാത്രാച്ചി കുമ്പിട്ടു. വരൂ പാഷ, നിങ്ങളിങ്ങനെ വേഷം മാറി നടന്നാൽ ആരും തിരിച്ചറിയില്ലല്ലോ ഇബ്രാഹിം പാഷ. നിക്കോ ഞാനല്ല എന്ന ഭാവത്തിൽ തലയാട്ടി. എനിക്ക് നിങ്ങളെ അറിയില്ല, നിക്കോ പറഞ്ഞു. ഗ്രാൻഡ് വിസിയർ ആയപ്പോഴേക്കും നിങ്ങൾ എന്നെ മറന്നോ ഇബ്രാഹിം? മാത്രാച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇബ്രാഹിം മാത്രാച്ചിയുടെ പുറത്ത് തട്ടി. തിരിഞ്ഞു നോക്കിയ മാത്രാച്ചി ഞെട്ടിപ്പോയി. അള്ളാ, അയാൾ 2 പേരെയും മാറി മാറി നോക്കി. ഇതെൻ്റെ സഹോദരൻ നിക്കോ. നിക്കോ, ഇതാണ് ഞാൻ പറഞ്ഞ മാത്രാച്ചി. നിക്കോ അയാളെ നോക്കി. ഞങ്ങൾ പാർഗയിൽ നിന്നും തിരിച്ചു വന്നു. ഇത് നിങ്ങളുടെ ട്വിൻ ബ്രദറാണോ ഇബ്രാഹിം? ഇബ്രാഹിം തലയാട്ടി. താനതെന്നോട് പറഞ്ഞില്ലല്ലോ ഇബ്രാഹിം. എൻ്റെ ബാബയും വന്നിട്ടുണ്ട്. നിക്കോ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഓക്കെയാണോ? അവർ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്. ഞങ്ങൾക്കിതൊക്കെ തന്നെ ധാരാളം. ശരി, വാ, നമുക്കൊരു സർബത്ത് കുടിക്കാം. ഇബ്രാഹിം നടക്കാൻ തുടങ്ങുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് പാഷ, മാത്രാച്ചി പറഞ്ഞു. നിക്കോ, നീ നടന്നോ, ഞാൻ വരാം. ഇബ്രാഹിം പറഞ്ഞു. എന്താ, പറഞ്ഞു. ഇബ്രാഹിം, താൻ വിക്ടോറിയയെ കാണാറുണ്ടോ? അവൾ സുഖമായിരിക്കുന്നോ? അവിടെ വിക്ടോറിയ ഇല്ല. അവൾ അവിടുന്ന് പോയോ? വാലിദ സുൽത്താൻ അവളെ മുസ്ലിമാക്കി. അവളുടെ പേരിപ്പോൾ സാദിക എന്നാണ്. അവൾ സുഖമായിരിക്കുന്നോ? ഒരു പ്രശ്നവുമില്ല. അവളെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. വാ, നമുക്ക് പോകാം. നിക്കോ വെയിറ്റ് ചെയ്യുകയാണ്. ഹുറം വിഷമിച്ച് നിൽക്കുന്നു. ഗുൽനിഹാൽ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു. ഇബ്രാഹിം പാഷ തന്ന ഓഫറിനെ പറ്റിയാണോ ആലോചിക്കുന്നത് ഹുറം? അല്ല, എനിക്കതൊന്നും വേണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇബ്രാഹിം പാഷ പറയുന്നത് അനുസരിച്ചേനെ. നീയായിരുന്നെങ്കിൽ അനുസരിച്ചേനെ. പക്ഷേ ഗുൽനിഹാൽ അല്ല ഹുറം. മാഹിദേവരാനുമല്ല ഹുറം. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല.
ഖദീജ സുൽത്താന വരുമ്പോൾ ഷehസാദ് മുഹമ്മദിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. സുൽത്താന ചെല്ലുമ്പോൾ മുഹമ്മദ് നിർത്താതെ കരയുകയായിരുന്നു. ഷehസാദിന് എന്തു പറ്റി? കരയുകയാണല്ലോ. രാവിലെ മുതൽ നിർത്താതെ കരയുകയാണ് സുൽത്താന. ഹുറം സുൽത്താന പോയതിൽ പിന്നെ ഷehസാദ് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചു. താ, ഞാനെടുക്കാം. ഖദീജ കുഞ്ഞിനെ എടുത്തു. അപ്പോഴും കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു. കാഫമാരോട് കുതിരവണ്ടി ഒരുക്കാൻ പറ, ഖദീജ സുൽത്താന പറഞ്ഞു. വാലിദ സുൽത്താന ചോദിച്ചാൽ എന്തു പറയും സുൽത്താന? ഞാൻ പറഞ്ഞേ പോയി. അവർ ഓടിപ്പോകുന്നു. ഹുറം മെഹ്റിമ സുൽത്താനയെ എടുത്തു പിടിച്ചിട്ട് പറയുന്നു. മെഹ്റിമ, ഇപ്പോൾ നീ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ മോനിപ്പോൾ അവിടെ എന്തെടുക്കുന്നുണ്ടാവുമോ? ആർക്കറിയാം. ഇൻക്യാരത്തിന് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ല. ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് വരുന്നു. വരൂ ഇബ്രാഹിം, ഇത് നോക്ക്, എങ്ങനെയുണ്ട്? സുലൈമാൻ ഒരു നെക്ലേസിൻ്റെ ഡിസൈൻ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് തല കുമ്പിട്ടു. ഇവിടെ മുഴുവൻ ഡയമണ്ട്സ് വയ്ക്കും. ഇവിടെ മരതകം, നടുക്ക് റൂബി. ഇത് കിട്ടാൻ പോകുന്ന ഭാഗ്യശാലി ആരാണ് ഇൻക്യാരം? ഇത് ഖദീജയ്ക്കുള്ള എൻ്റെ വിവാഹ സമ്മാനമാണ്. ഇത് വളരെ മനോഹരമാവും ഇൻക്യാരം. എനിക്ക് കൊടുക്കാനുള്ള സമ്മാനം ഇതിനു മുന്നിൽ ഒന്നുമല്ല. കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിന്നെ കണ്ടില്ലല്ലോ ഇബ്രാഹിം. എവിടെയായിരുന്നു? കൗൺസിൽ റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ നിക്കോയുടെ കൂടെ ഒന്ന് മാർക്കറ്റിൽ പോയി. അവിടെ വെച്ച് മാത്രാച്ചിയെ കണ്ടു. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നന്നായി ഇബ്രാഹിം. ഞാൻ നാളെ മെയിൻ ഗാർഡനിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ നിങ്ങളുടെ വിവാഹം എല്ലാവരെയും അറിയിക്കും. വളരെ സന്തോഷം ഇൻക്യാരം. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇൻക്യാരം, അങ്ങിപ്പോഴും ഒട്ടും സന്തോഷത്തിലല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താണെങ്കിലും ഞാൻ എന്നെക്കൊണ്ടാവുന്നത് ചെയ്യാം. ഈ പാർട്ടി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നടത്താം. അത് വേണ്ട ഇബ്രാഹിം. നിന്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇബ്രാഹിം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഇൻക്യാരം, അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇബ്രാഹിം പറഞ്ഞിട്ട് പോകുന്നു. നീ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരെയാണ് നീ ഏൽപ്പിക്കുന്നത് ഇബ്രാഹിം? സുലൈമാൻ വിളിച്ചു ചോദിച്ചു. ഞാനത് ആരെയും ഏൽപ്പിക്കുന്നില്ല ഇൻക്യാരം. മറ്റാരെങ്കിലും എന്നേക്കാൾ കൂടുതൽ അങ്ങയോട് അടുക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല, ഇബ്രാഹിം പറഞ്ഞു. നീ പൊക്കോ, സുലൈമാൻ അവനെ നോക്കാതെ പറഞ്ഞു. നിഗാർ സാദികയുടെ റൂമിലേക്ക് വരുന്നു. സാദിക, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്ക് പോകാം. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിനക്കിനി ഇവിടെ നിൽക്കാനാവില്ല. താഴെ മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കണം. ദായഹാത്തൻ പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടമല്ല. അവരുടെ കൂടെ നിൽക്കുന്നത് ഭയങ്കര കഷ്ടമാവും. നീ അവരോട് പോയി കൂട്ടുകൂട്. അവർ നിന്നെ ഇഷ്ടപ്പെട്ടോളും. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ ഓക്കെയാണ്. ഇത് ഇൻക്യാരത്തിൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്കുള്ള ചേംബറാണ്. നിനക്കിവിടെ നിൽക്കാനാവില്ല. ഞാൻ വാലിദ സുൽത്താനയുടെ പ്രിയപ്പെട്ടവളാണ്. ഇബ്രാഹിം പാഷയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഗോൾഡൻ പാത്തിലൂടെ നടക്കാൻ അനുവാദമില്ലാത്തവർക്ക് ഇവിടെ താമസിക്കാനാവില്ല. ഗോൾഡൻ പാത്തോ? സുൽത്താൻ സുലൈമാൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്കുള്ള വഴിയാണ്. ഞാൻ അതുവഴി നടക്കാം. നിന്റെ ഇഷ്ടത്തിന് നടക്കാനാവില്ല. വെറുതെ സമയം കളയാതെ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സാധിക്കുക, നിഗാർ പറഞ്ഞിട്ട് പോകുന്നു. ദായഹാത്തൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ സുൽത്താന? ഷehസാദ് മുഹമ്മദ് എങ്ങനെ ഇരിക്കുന്നു ദായെ? ഹുറം സുൽത്താന പോയപ്പോൾ മുതൽ കുറച്ച് അസ്വസ്ഥതയാണ്. കരയുന്നുണ്ട്. പക്ഷേ ഷehസാദ് ഓക്കെ ആയിക്കോളും സുൽത്താന. എനിക്ക് അവനെ ഒന്ന് കാണണം ദായെ. നമുക്ക് പോകാൻ സുൽത്താന. അവർ പോകുന്നു. ഹുറം മെഹ്റിമ സുൽത്താനെ ഉറക്കിയിട്ട് കിടത്താൻ പറയുന്നു. മറ്റൊരു പെണ്ണ് വന്ന് പറയുന്നു. സുൽത്താന, ഖദീജ സുൽത്താന വന്നിട്ടുണ്ട്. അവൾ സന്തോഷത്തോടെ എണീറ്റു. ഖദീജ സുൽത്താന കയറി വരുന്നു. വരൂ സുൽത്താന, നിങ്ങളാണ് എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി. നോക്ക്, ഞാൻ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ആരാ? മുഹമ്മദിനെ കൊണ്ടുവരുന്നു. എൻ്റെ മോനെ മുഹമ്മദ്. ഹുറം കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു. അവൾക്ക് സന്തോഷമായി. വാലിദ സുൽത്താന ഷehസാദ് മുഹമ്മദിനെ കാണാനെത്തുന്നു. ഷehസാദ് എവിടെ? അവർ ഒന്നും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ? ദായഹാത്തൻ ചോദിച്ചു. ഷehസാദ് നിർത്താതെ കരയുകയായിരുന്നു. ഹുറം സുൽത്താന പോയതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അത് കണ്ട ഖദീജ സുൽത്താന ഷehസാദ് മുഹമ്മദിനെ ഓൾഡ് പാലസിലേക്ക് കൊണ്ടുപോയി. ദായേ, നീ ഇതറിഞ്ഞില്ലേ? ഞാൻ എല്ലാം നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? ദായഹാത്തൻ ഒന്നും മിണ്ടിയില്ല. ഖദീജ ഇവിടെ എത്തിയാൽ ഉടനെ എന്നെ വന്ന് കാണാൻ പറ. വാലിദ സുൽത്താന ദേഷ്യപ്പെട്ടു പോയി. ഹുറം ഖദീജ സുൽത്താനയോട് പറയുന്നു. വളരെ നന്ദിയുണ്ട് സുൽത്താന. നിങ്ങൾ ഈ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞാൻ ഇബ്രാഹിമിനോട് ഈ കാര്യം പറയാം. ഹുറത്തിൻ്റെ മുഖം മാറി. ചിലപ്പോൾ അദ്ദേഹത്തിന് നിന്നെ സഹായിക്കാനായേക്കും. അതെ, അദ്ദേഹത്തിന് പറ്റും. ഇബ്രാഹിം പാഷ. എന്തായാലും ഇപ്പോൾ ഈ ചെയ്തതിന് വളരെ നന്ദിയുണ്ട് സുൽത്താന. നാളെ പാലസിലൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. ഇൻക്യാരം ഞങ്ങളുടെ കല്യാണം എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. എല്ലാവരും അവിടെ വരും. അപ്പോൾ ഞാനോ? എന്നെ വിളിക്കുന്നില്ലേ? എനിക്ക് നിന്നെ വിശ്വാസമാണ് ഹുറം. പക്ഷെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാനാവില്ല ഹുറം. നിന്റെ പ്രവൃത്തികൾ തന്നെയാണ് അവർ നിന്നെ ഇങ്ങനെ സംശയിക്കാൻ ഇടവരുത്തിയത്. ക്ഷമയോടെ കാത്തിരിക്കുക. ആവശ്യമെങ്കിൽ ക്ഷമ ചോദിക്കാൻ മടിക്കരുത്. വാശി പിടിക്കരുത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ബാക്കി ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവിടെ കഴിയേണ്ടി വരും.
നിനക്ക് നിന്റെ മോനെയും ഇൻക്യാരത്തെയും കാണാനായെന്ന് വരില്ല. വരൂ നമുക്ക് പോകാം, ഖദീജ പറയുന്നു. സുൽത്താന പ്ലീസ് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്ക്, എന്നിട്ട് പോവാം. അത് പറ്റില്ല ഹുറം, എനിക്ക് പോകണം. കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ഇനി എൻ്റെ കാര്യം കഷ്ടത്തിലാവും. ഞാൻ വാലിദയോട് പറയാതെയാണ് ഷehസാദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഹുറം ഷehസാദ് മുഹമ്മദിനെ ഒരിക്കൽ കൂടി ഉമ്മ വെച്ചിട്ട് കൊടുക്കുന്നു. നിഗാർ സാദിഖയെയും കൊണ്ട് മറ്റു പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരുടെ റൂമിൽ സുഖിച്ച് കഴിയുകയായിരുന്നവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തി. ഒരു പെണ്ണ് പറഞ്ഞു, സാദിക വരൂ. മറ്റൊരു പെണ്ണ് വിളിച്ചു. സാദിക എല്ലാം നോക്കി മടിച്ചു നിൽക്കുന്നു. എന്താ, ഇതൊന്നും നിനക്ക് പിടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല, നിർത്തിക്കോ, നിഗാർ പറഞ്ഞു. ഇതാരുടെ ബെഡാണ്? ഇത് എസ്മ ഹാത്തുവിൻ്റെ ബെഡാണ്. അവൾ ഇപ്പോൾ ഹുറം ഹാത്തുവിൻ്റെ കൂടെ ഓൾഡ് പാലസിലേക്ക് പോയി. സാദിക, നീ ഈ ബെഡ് എടുത്തോ. ഇവിടെ ഇത്രയും ആളുകൾ എങ്ങനെ തിങ്ങി താമസിക്കും? നീ അധികം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിനക്കിനി ഇതുപോലും കിട്ടില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നോ. നിഗാർ അവളെ തട്ടി മാറ്റിയിട്ട് പോകുന്നു. അവൾ സാധനങ്ങൾ ബെഡിലേക്ക് ഇട്ടിട്ട് നിഗാറിൻ്റെ പുറകെ പോയി. നിഗാർ കാഫ, ഇനി എന്താ നിനക്ക് വേണ്ടത്? പോയി കിടന്നുറങ്ങ്. നിഗാർ കാഫ, എനിക്കും ഇൻക്യാരത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ്, എന്നെ സഹായിക്കുക. ഇത് നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല. പ്ലീസ് നിഗാർ കാഫ, എന്നെ ഒന്ന് സഹായിക്കുക. ഞാൻ എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യാനാവില്ല സാദിക. ഇൻക്യാരത്തിന് നിന്നെ കണ്ട് ഇഷ്ടപ്പെടണം. നിഗാർ അവളെ നോക്കിയിട്ട് പറയുന്നു. നോക്ക് നിന്റെ കോലം. സാദിക 2 ഗോൾഡ് കോയിൻസ് എടുത്ത് നിഗാർ കാഫയ്ക്ക് നേരെ നീട്ടി. ഇന്നാ, ഇത് നിങ്ങൾ എടുത്തോ, എന്നെ ഒന്ന് സഹായിക്കുക. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? വാലിദ സുൽത്താന തന്നതാണ്. ഇത് തന്ന് നീ എന്നെ വീഴ്ത്താൻ നോക്കണ്ട, നീ തന്നെ വെച്ചാൽ മതി. ക്ഷമിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യേ. നോക്ക് സാദിക, നീ എൻ്റെ നാട്ടുകാരിയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. നീ പോയി സുംബലാഗിയോട് പറ. നിഗാർ പറഞ്ഞിട്ട് പോയി. സാദിക ഒന്ന് ആലോചിച്ച് നിന്നിട്ട് തിരികെ പോയി. ഖദീജ സുൽത്താന തിരികെ വന്ന് ഷehസാദ് മുഹമ്മദിനെ ഉറക്കി കിടത്തി. ദായ ഹാത്തുൻ അങ്ങോട്ട് കയറി വരുന്നു. സുൽത്താന, ശബ്ദമുണ്ടാക്കല്ലേ, അവനിപ്പോൾ ഒരുവിധം ഉറങ്ങിയതേയുള്ളൂ. സുൽത്താന, വാലിദ സുൽത്താന നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഇപ്പോഴോ? അതെ. ഖദീജ സുൽത്താന പോകുന്നു. വാലിദ സുൽത്താന ദേഷ്യത്തിലായിരുന്നു. എന്നോട് ചോദിക്കാതെ ഷehസാദ് മുഹമ്മദിനെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വാലിദ, മുഹമ്മദ് അവൻ്റെ അമ്മയെ കാണാത്തത് കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഹുറം അവളുടെ തെറ്റിൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. നിന്നോടാരാ അവളെ പോയി കാണാൻ പറഞ്ഞത്? ഷehസാദ് മുഹമ്മദിനെയും കൊണ്ടുപോയി. വാലിദ, അവളും നിങ്ങളെപ്പോലെ തന്നെ ഒരു അമ്മയാണ്. മുഹമ്മദ് അവളെ കാണാതെ ദിവസം മുഴുവൻ കരയിക്കുകയായിരുന്നു. വാലിദ സുൽത്താന ഒന്ന് തണുത്തു. ഖദീജ, എനിക്ക് നിന്റെ നല്ല മനസ്സ് മനസ്സിലാവും. പക്ഷെ നിനക്ക് നല്ലത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ്. വാലിദ സുൽത്താന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാലിദ വിഷമിക്കേണ്ട, ഇനി ഞാൻ ഒന്നിലും ഇടപെടില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുകയല്ലേ. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഖദീജ കുമ്പിട്ടിട്ട് പോകുന്നു. ഹുറം ഇബ്രാഹിം പാഷ പറഞ്ഞതും ഖദീജ സുൽത്താന പറഞ്ഞതും ആലോചിക്കുന്നു. ഹുറം ഹാത്തുൻ, നിന്നെ ഈ കുറ്റത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരാം. പക്ഷെ നീ എല്ലാ രാജകുടുംബാംഗങ്ങളുടെയും മാഹിദേവറാൻ സുൽത്താനയുടെയും വസ്ത്രത്തിൽ മുത്തണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാഹിദേവറാൻ സുൽത്താനയോട് ക്ഷമ ചോദിക്കണം. ഹുറം, ക്ഷമ വേണം. ആവശ്യമെങ്കിൽ മാപ്പ് ചോദിക്കാനും മടി കാണിക്കരുത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഹുറം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. സുൽത്താൻ സുലൈമാൻ മാഹിദേവറാൻ സുൽത്താനയ്ക്ക് ഒരു മോതിരം സമ്മാനിക്കുന്നതും അവരെ മുത്തം വയ്ക്കുന്നതായും സ്വപ്നം കണ്ട് ഹുറം രാവിലെ ഞെട്ടി ഉണർന്നു. അസ്വസ്ഥതയോടെ അവൾ സുലൈമാൻ കൊടുത്ത മോതിരത്തിൽ നോക്കുന്നു. ഹുറം കണ്ണാടിയിൽ നോക്കി പറയുന്നു, എന്നെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ചിട്ട് അവർ അവിടെ ആഘോഷിക്കുകയാണ്. ടോപ്പ് കാപ്പി പാലസിൽ പാർട്ടിക്കായുള്ള ഒരുക്കങ്ങളായിരുന്നു. പാഷമാരൊക്കെ എത്തി. അഹമ്മദ് പാഷ ഫറാദ് പാഷയോട് ചോദിക്കുന്നു, ഇപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി എന്തിനാ ഫറാദ് പാഷ? തനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? എനിക്കൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു അവർ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് ആഘോഷിക്കാൻ പോവുകയാണെന്ന്, അഹമ്മദ് പാഷ പറഞ്ഞു. ഫറാദ് പാഷ ഒന്നും മിണ്ടിയില്ല. നൃത്തവും സംഗീതവും എല്ലാം ഒരുക്കിയിരുന്നു. വാലിദ സുൽത്താനയും ഖദീജ സുൽത്താനയും ബേഹൻ സുൽത്താനയും മാഹിദേവറൻ സുൽത്താനയും ഗാർഡനിലുണ്ടായിരുന്നു. ഷehസാദ് മുസ്തഫ മറ്റു കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുന്നു. ഷehസാദ് മുഹമ്മദിനെ നിഗാർ കാഫ അങ്ങോട്ട് കൊണ്ടുവന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു, സുംബുൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരും എണീറ്റ് തലകുനിച്ച് നിന്നു. സുലൈമാനും ഇബ്രാഹിമും അങ്ങോട്ട് വരുന്നു. ഹുറം എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ ഗുൽനിഹാലിനെ വിളിക്കുന്നു. ഗുൽനിഹാൽ, നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് ടോപ്പ് കാപ്പി പാലസിലേക്ക് പോകാം. ഗുൽനിഹാലിന് സന്തോഷമായി. ഇബ്രാഹിം പാഷ പറഞ്ഞത് അനുസരിക്കാൻ നീ തീരുമാനിച്ചോ ഹുറം? ഇബ്രാഹിം പാഷ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ, സുലൈമാൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയുന്നു. എൻ്റെ സഹോദരി ഖദീജയുടെയും ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. അള്ളാഹു അവർക്ക് എന്ന് സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഹമ്മദ് പാഷ ഫറാദ് പാഷയെ നോക്കുന്നു. ഇരുന്ന സുലൈമാൻ എല്ലാവരോടും ഇരുന്നോളാൻ കൈകൊണ്ട് കാണിക്കുന്നു. വാലിദ സുൽത്താനയ്ക്കും ഖദീജ സുൽത്താനയ്ക്കും എല്ലാവർക്കും സന്തോഷമായി.
അവർക്ക് മുന്നിൽ പലതരം കലാപരിപാടികൾ അവതരിപ്പിച്ചു. അഹമ്മദ് പാഷ ഫറാദ് പാഷയോട് പറയുന്നു, ഞാൻ തന്നോടിത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ? പാർഗളി ഇബ്രാഹിം ഇപ്പോൾ രാജകുടുംബത്തിലെ മരുമകനായി. നിങ്ങൾക്ക് നന്നായി ഭാവി പ്രവചിക്കാൻ സാധിക്കുന്നുണ്ട് പാഷ. ഫറാദ് പാഷ പറഞ്ഞു. ഇപ്പോൾ അവൻ ഇൻക്യാരത്തോട് കൂടുതൽ അടുത്തു. അവൻ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടി വരും. നമ്മളെ എന്തിനാണ് സ്മെദേറോയിലേക്കും ഈജിപ്തിലേക്കും അയക്കുന്നതെന്ന് മനസ്സിലായോ ഫറാദ് പാഷ? നമ്മൾ കൂടുതൽ അടുക്കാതിരിക്കാനാണ്. ഹുറം ടോപ്കാപ്പി പാലസിലേക്ക് വരുന്നു. നമ്മളെ അവർ കയറ്റാതിരിക്കുമോ ഹുറം? ഗുൽനിഹാൽ ചോദിച്ചു. ഹുറം അത് ശ്രദ്ധിച്ചില്ല. ഈ വണ്ടി എന്താ എത്താത്തത്? കുറേ നേരമായല്ലോ നമ്മൾ പുറപ്പെട്ടിട്ട്, ഹുറം അക്ഷമയോട് ചോദിച്ചു. സുലൈമാന് മുന്നിൽ ഗുസ്തി മത്സരം നടക്കുകയായിരുന്നു. ഇബ്രാഹിം, നോക്ക്, എനിക്ക് തോന്നുന്നു ആ തടി കുറഞ്ഞ ആളാവും ജയിക്കാൻ പോകുന്നതെന്ന്. അയാൾ നന്നായി പൊരുതുന്നുണ്ട്, പക്ഷെ മറ്റേയാൾ നല്ല സ്ട്രോങ് ആയിരിക്കാരം. എനിക്ക് തോന്നുന്നു അയാളാവും ജയിക്കാൻ പോകുന്നതെന്ന്. ശരി, നമുക്ക് നോക്കാം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എവിടെയാവും താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം? പറ്റിയൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ അടുത്ത് മെയ്താനിയിൽ സ്ഥലം തരാം. നിനക്കറിയാലോ ആ സ്ഥലം എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. ഇബ്രാഹിമിന് സന്തോഷമായി. വളരെ നന്ദി ഇൻക്യാരം, ഇബ്രാഹിം കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. അവിടെ ചെന്ന് സ്ഥലം കണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യൂ. ഹദീജയെയും കൂട്ടിക്കോ. തീർച്ചയായും ചെയ്യാം ഇൻക്യാരം, വളരെ നന്ദിയുണ്ട്. ഇബ്രാഹിം വീണ്ടും നന്ദി പറഞ്ഞു. സുലൈമാൻ തലയാട്ടി. അഹമ്മദ് പാഷയും ഫറാദ് പാഷയും അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സാദിക അങ്ങോട്ട് വരുന്നത് കണ്ട് മാത്രാച്ചി ദീർഘശ്വാസം എടുത്തു. ഗേറ്റിന് പുറത്തേക്ക് വരുന്ന സുംബുൽ അവിടെ ഹുറത്തെ കണ്ട് ഞെട്ടി. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഇബ്രാഹിം പാഷയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എല്ലാം അയാൾക്കറിയാം. അതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, സുംബുൽ പറഞ്ഞു. ഞാൻ കള്ളം പറയുകയാണെന്നാണോ പറയുന്നത്? ഹുറം ചോദിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. സുംബുൽ പോകാൻ പോകുന്നു. ചെന്ന് ഇബ്രാഹിം പാഷയോട് പറ, അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ എല്ലാം ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന്. സുംബുൽ ഹുറത്തിൻ്റെ പുറകിൽ നിന്നിരുന്ന ഗുൽനിഹാലിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പോന്നു. ഗുസ്തി മത്സരത്തിൽ സുലൈമാൻ പറഞ്ഞയാൾ വിജയിക്കുന്നു. സുലൈമാന് സന്തോഷമായി. നോക്ക് ഇബ്രാഹിം, ബുദ്ധിയും ചുറുചുറുക്കുമുള്ളയാൾ വിജയിക്കും, അല്ലാത്തവർ പരാജയപ്പെടും. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഇൻക്യാരം. എനിക്ക് തോന്നുന്നു മാത്രാച്ചിക്കും വിജയിക്കാനാവുമെന്ന്. ഇബ്രാഹിം മാത്രാച്ചിയെ നോക്കി പറഞ്ഞു. സുലൈമാനും മാത്രാച്ചിയെ നോക്കി. അപ്പോഴേക്കും സുംബുൽ വന്ന് ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിം അയാളുടെ അടുത്തേക്ക് ചെന്നു. പാഷ, ഹുറം ഹാത്തുൻ വന്നിട്ടുണ്ട്. അവൾ പറയുന്നത് പാഷ വിളിച്ചിട്ടാണ് വന്നത്. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ എല്ലാം അവൾ ചെയ്യാൻ പോവുകയാണെന്ന്. ഇബ്രാഹിം ഒന്ന് ആലോചിച്ചു. ഒന്ന് വെയിറ്റ് ചെയ്യ് സുംബുലാക. എന്നിട്ട് ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇൻക്യാരം, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുണ്ട്. ഹരത്തിലെ ഒരു പെണ്ണ് ആയിഷ ഹാത്തുൻ്റെ കൊലപാതകം കണ്ടു എന്ന് പറഞ്ഞു. അവൾ പറയുന്നത് ആയിഷ ഹാത്തുനെ കൊന്നത് ഹുറം സുൽത്താനെ അല്ലെന്നാണ്. പിന്നെ ആരാ അത് ചെയ്തത്? ആരാണെന്ന് കണ്ടെത്തണം. പക്ഷെ അത് ഹുറം ഹാത്തൂൻ അല്ലെന്നാണ് മനസ്സിലായത്. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. എന്നിട്ട് നീ ഇതെന്താ എന്നോട് നേരത്തെ പറയാഞ്ഞത്? അറിഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ഇൻക്യാരം. അന്വേഷിച്ചോ? അതെ, ഹുറം ഹാത്തൂൻ അല്ലെന്നാണ് അറിയുന്നത്. ശരി, ഹുറം സുൽത്താനെ പാലസിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാനത് ചെയ്തിട്ടുണ്ട് ഇൻക്യാരം. സുൽത്താന താമസിയാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. സുലൈമാന് സന്തോഷമായി. ഇബ്രാഹിം സുംബുലിനെ നോക്കി ഓക്കെ അറിയിച്ചു. സുംബുൽ അവിടുന്ന് പോയി. സുംബുൽ ഇക്കാര്യം ദായ ഹാത്തുനോട് പറയുന്നു. ആരാണ് ആയിഷയെ കൊല്ലുന്നത് കണ്ടത്? റുഖ്സാർ ഹാത്തൂൻ. ആരോടും പറയരുതെന്നാണ് ഇബ്രാഹിം പാഷ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹുറം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ പോയി അവളെ അകത്തേക്ക് വിളിക്കാൻ പോകുന്നു. ദായ ഹാത്തുൻ അത് വാലിദ സുൽത്താനയോട് ചെന്ന് പറയുന്നു. ഹുറം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വാലിദ സുൽത്താൻ അതിശയിച്ച് നോക്കുന്നു. എൻ്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് അവൾക്ക് ഇങ്ങോട്ട് വരാനായത് ദായെ? ദായ ഹാത്തുൻ വാലിദ സുൽത്താനയുടെ ചെവിയിൽ സംസാരിക്കുന്നത് മാഹിദേവരാൻ ശ്രദ്ധിച്ചു. സുംബുൽ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവളെ കണ്ട എല്ലാവരും നോക്കുന്നു. മാഹിദേവരാൻ്റെ മുഖം മാറി. സാദിക സംശയിച്ച് നോക്കുന്നു. നിഗാറിനും റുക്സാനയ്ക്കും ഹദീജ സുൽത്താനയ്ക്കും സന്തോഷമായി. ഹുറം ചെന്ന് വാലിദ സുൽത്താനയുടെ വസ്ത്രത്തിൽ മുത്തുന്നു. വാലിദ സുൽത്താന അവളെ മൈൻഡ് ചെയ്തില്ല. മാഹിദേവരാൻ രൂക്ഷമായി നോക്കി. അവൾ ചെന്ന് ഹദീജ സുൽത്താനയുടെ വസ്ത്രത്തിൽ മുത്തി. ഇബ്രാഹിം സുലൈമാനെ സ്ത്രീകൾ ഇരിക്കുന്ന വശത്തേക്ക് കൊണ്ടുവരുന്നു. ഹുറം തിരിഞ്ഞ് മാഹിദേവരാനെ ഒന്ന് നോക്കിയിട്ട് ദീർഘശ്വാസം എടുത്തു. വാലിദ സുൽത്താൻ ആകാംക്ഷയോടെ നോക്കി. ഹുറം ചെന്ന് മാഹിദേവരാൻ്റെ വസ്ത്രത്തിൽ മുത്തി. സുലൈമാനും അത് നോക്കി നിന്നു. ഇബ്രാഹിമിന് സന്തോഷമായി. മാഹിദേവരാൻ അത് കണ്ട് അതിശയിച്ചു പോയി. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. പുറകോട്ട് മാറിയ ഹുറം സുലൈമാനെ ഒന്ന് നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഇവിടെ വന്നിരിക്കൂ ഹുറം, വാലിദ സുൽത്താനെ വിളിച്ചു. അവൾ അവിടേക്ക് പോയിരുന്നു. സുലൈമാൻ തിരിച്ചുപോയി.